ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്തൊക്കെയാണ് ജനറലി ആക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. പ്രധാനമായിട്ടും 3 ടൈപ്സ് ആകുന്നു, 3 ക്ലാസിഫിക്കേഷൻ ആകുന്നു ജനറലി ആക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ ജനറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫീൽഡ് വർക്ക്. തേർഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്. അതിൽ തന്നെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓഡിറ്റേഴ്സ്, അതിൽ വരുന്ന അതിന് താഴെ ഉണ്ടായിരിക്കേണ്ട സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വൺ, ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫിഷ്യൻസി ആസ് ഓഡിറ്റർ. അതായത് അദ്ദേഹത്തിന് ടെക്നിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നോളജ് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഓഡിറ്റിങ്ങിൽ. ടെക്നിക്കൽ സ്കില്ലുണ്ടായിരിക്കണം, അതുപോലെ തന്നെ അത്തരം എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസുകളും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ സെക്കൻഡ് വൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഡിപെൻഡൻറ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. ആ ഒരു ഓഡിറ്റർ ഫ്രീ ഫ്രം ബയാസ്, അതായത് ഇമ്പാർഷ്യൽ ആയിരിക്കണം, ഒബ്ജക്റ്റിവിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ ഡ്യൂ പ്രൊഫഷണൽ കെയർ. തേർഡ് വൺ പറഞ്ഞത് ഡ്യൂ പ്രൊഫഷണൽ കെയർ. ഹിയർ ഓഡിറ്റേഴ്സ് ടു എക്സസൈസ് ഡ്യൂ പ്രൊഫഷണൽ കെയർ ഇൻ കണ്ടക്റ്റിംഗ് ഓഡിറ്റ്. അതായത് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണൽ കെയർ അദ്ദേഹം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അതായിരുന്നു ഈ ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും 3 ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, 3 ടൈപ്സിലായിരുന്നു ഈ ഒരു ഒന്നാമത്തെ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓഡിറ്റേഴ്സിൽ പറഞ്ഞത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ പറഞ്ഞത് ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫിഷ്യൻസി ആസ് ഓഡിറ്റർ. സെക്കൻഡ് വൺ ഇൻഡിപെൻഡൻസ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. തേർഡ് വൺ പറഞ്ഞത് ഡ്യൂ പ്രൊഫഷണൽ കെയർ. ഇത്രയാകുന്നു ജനറലായിട്ടുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ജനറൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്ററിൽ ഓഡിറ്റിൻ്റെ കേസിൽ വരുന്നത്. അതുപോലെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക്. അതിനണ്ടറിൽ വരുന്നത് പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ, ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, സഫിഷ്യൻറ്റ് കോമ്പിറ്റൻ്റ് എവിഡൻസ്. ഇത്തരം കാര്യങ്ങളായിരുന്നു സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്കിന് താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ആകുന്നു സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്. അതിന് താഴെ വരുന്നത് കൺഫോമിറ്റി വിത്ത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അതുപോലെ സെക്കൻഡ് വരുന്നത് കൺസിസ്റ്റൻസി ഇൻ അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അതുപോലെ ആഡിക്വസി ഓഫ് ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോഷർ. അതുപോലെ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻസ്. ഇത്രയാകുന്നു ഈ ഒരു തേർഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. അതായത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചിട്ടാണോ ആ ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നിവ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാകുന്നു ഈ ഒരു സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? എക്സ്പ്രഷൻസ് ഓഫ് ഒപ്പീനിയൻസ്. ആ ഒരു ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻസ് എന്ത് ചെയ്യാണ് ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അതായത് റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യാണ് പ്രിപ്പയർ ചെയ്യുന്നതാകുന്നു ഇതിൽ പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ ഒരു ഓഡിറ്റർ പ്രധാനമായിട്ടും നമുക്കറിയാം ഹീസ് ആൻ ഏജൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. എന്താണ് ആ ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ഒരു ഏജൻ്റായിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ഈ ഒരു ഓഡിറ്റർ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ആ ഒരു ഷെയർ ഹോൾഡേഴ്സിന് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാധ്യസ്ഥനായിരിക്കുന്നുണ്ട്, അതിന് കടപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഓഡിറ്റർ ഈസ് എ ഏജൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നിർബന്ധമായിട്ടും ആ ഒരു ഓഡിറ്റർ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സിന്, ഓണേഴ്സിന് ആ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അപ്പം there are 2 ബേസിക് കമ്പോണൻസ് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും 2 ബേസിക് കമ്പോണൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ സ്കോപ്പ് പാരഗ്രാഫ്, സെക്കൻഡ് വൺ ഒപ്പീനിയൻ പാരഗ്രാഫ്. അതായത് സ്കോപ്പ് പാരഗ്രാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് പാരഗ്രാഫ് ഡിസ്ക്രൈബ്സ് ദ നേച്ചർ ഓഫ് ഓഡിറ്റ്, ദാറ്റ് ഈസ് ഇറ്റ് വാസ് കണ്ടക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ജനറലി ആക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്കോപ്പ് പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഓഡിറ്റിൻ്റെ നാച്ചർ എന്താണെന്ന് പറയുന്നത് സ്കോപ്പ് പാരഗ്രാഫിൽ ഓഡിറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ജനറലി ആക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണോ ആ ഒരു
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാകുന്നു ഈ ഒരു സ്കോപ്പ് പാരഗ്രാഫിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ ഒരു ഓഡിറ്റിൻ്റെ നാച്ചറാണ് ഇതിൽ പറയുന്നത് ഈ ഒരു സ്കോപ്പ് പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ഒപ്പീനിയൻ paragraph contains the auditor's representations as to the truth and fairness of the financial statements. ഇവിടെ പറയുന്നത് ഒപ്പീനിയൻസ് പാരഗ്രാഫിൽ പറയുന്നത് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ട്രൂത്ത് ആൻഡ് ഫെയർനെസ്സിനെ കുറിച്ചിട്ടാകുന്നു എന്തിൽ പറയുന്നത് ഈ ഒരു ഒപ്പീനിയൻസ് പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്കോപ്പ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ജനറലി ആക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു നാച്ചർ ഓഫ് ഓഡിറ്റ് അതാകുന്നു ഇതിൽ പറയുന്നത്. എന്തിൽ സ്കോപ്പ് പാരഗ്രാഫിൽ പറയുന്നത്. ഇൻ കേസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഇതിൽ പറയുന്നത് എന്താണ്, ഒപ്പീനിയൻ പാരഗ്രാഫിൽ പറയുന്നത് ഓഡിറ്റേഴ്സ് റെപ്രസെൻറ്റേഷൻ ആസ് ടു ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ട്രൂത്ത്നെസ് അതുപോലെ തന്നെ ഫെയർനെസ് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളാകുന്നു ഇതിൽ പറയുന്നത് ഈ ഒരു ഒപ്പീനിയൻ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ 2 കോമ്പോണൻസ് എന്ന് പറയുന്നത് സ്കോപ്പ് പാരഗ്രാഫും അതുപോലെ തന്നെ ഒപ്പീനിയൻ പാരഗ്രാഫും. ഇത്തരം 2 കോമ്പോണൻസ് എന്തിൽ പറയുന്നുണ്ട്, ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഡിറ്റേഴ്സ് ആ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഒരു റിപ്പോർട്ടിൻ്റെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. പ്രധാനമായിട്ടും ആ ഓഡിറ്റ് റിപ്പോർട്ടിനെ 2 ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, സെക്കൻഡ് വൺ ക്വാളിഫൈഡ് റിപ്പോർട്ട്. അൺക്വാളിഫൈഡ് റിപ്പോർട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോസിറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ക്വാളിഫൈഡ് റിപ്പോർട്ട്, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നെഗറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ അഡ്വേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് എന്താണ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നും അല്ലെങ്കിൽ എന്താണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നും നോക്കാം. അൺക്വാളിഫൈഡ് റിപ്പോർട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, പോസിറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്ലീൻ റിപ്പോർട്ട്. അപ്പോൾ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. അൺക്വാളിഫൈഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, പോസിറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്ലീൻ റിപ്പോർട്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെന്താണ്, ബെറ്റർ ആയിട്ടുള്ള റിപ്പോർട്ടാണ് എന്ത് പറയുന്നത്, അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിലെന്തു ഒരു ആൾട്രേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്ലീൻ റിപ്പോർട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് റിപ്പോർട്ട്. ഇതിൽ പറയുന്നത് if the auditor is satisfied with the affairs of the firm and fairness of the financial statements. അതായത് ഓഡിറ്റർ ആ ഒരു ഓഡിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളിലും, ഫേമിൻ്റെ ഓഡിറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളിലും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ് എന്നത് അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ he gives a report. Such a report is called unqualified report. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ആ അത്തരം റിപ്പോർട്ട് എന്ന് പറയുന്നത് അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് അവിടെ എന്താണ്, കംപ്ലീറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഫെയർനെസ് ആണ്, ട്രൂത്ത്നെസ് ആണ് എന്നതാണ് കാണിച്ചുകൊണ്ട്, അതായത് അല്ലെങ്കിൽ എന്താണ്, എല്ലാ അഫയേഴ്സ് ഓഫ് ദ ഫേമിൻ്റെ എല്ലാ അഫയേഴ്സും എന്താണ്, എല്ലാ കാര്യങ്ങളും അണ്ടർ ഓഡിറ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അത് അങ്ങനെ അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് ഓഡിറ്റ് റിപ്പോർട്ടാകുന്നു ക്വാളിഫൈഡ് റിപ്പോർട്ട്, സെക്കൻഡ് ടൈപ്സിൽ. അപ്പോൾ ക്വാളിഫൈഡ് റിപ്പോർട്ട്സ് പറയുന്നത് അതിന് വിളിക്കുന്ന മറ്റൊരു പേരാകുന്നു നെഗറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ അഡ്വേഴ്സ് റിപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് നോക്കാം. ഇഫ് ഡ്യൂറിങ് ദ ഓഡിറ്റർ ഫൈൻഡ്സ് എനി irregularities, discrepancies, frauds or other deficiencies in books of accounts. അതായത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഫ്രോഡുകൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസീസുകൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സുകളൊക്കെ കാണുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്, ദാറ്റ് ഈസ് he is not fully satisfied about the truthness of profit and loss account and balance sheet of the ഓർഗനൈസേഷൻ. അദ്ദേഹം എന്തെല്ലാം നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല എന്തിനെ കുറിച്ചിട്ട്, ആ ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ട്രൂത്ത്നെസ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സത്യസന്ധതയെ കുറിച്ചിട്ട് എന്തല്ല, അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല. ആ സമയത്ത് എന്ത് ചെയ്യാണ്, ഹി റൈറ്റ്സ്
റിപ്പോർട്ട് എന്ത് ചെയ്യും, അദ്ദേഹം ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ആ ഒരു ഇൻഅക്യുറസിനെ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അദ്ദേഹം ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അതാകുന്നു എന്തിൽ പറയുന്നത്, ഈ ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അവിടെ അത്തരം ഇറഗുലാരിറ്റീസൊക്കെ അതിനെക്കുറിച്ചിട്ട് ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് മാനേജിങ് ഡയറക്ടേഴ്സിനോട് എന്ത് ചെയ്യും, അദ്ദേഹം ചോദിക്കും. പക്ഷേ അവരെന്ത് ചെയ്യില്ല, ഒന്നെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒന്നും തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു കാര്യങ്ങളെ നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു റിപ്പോർട്ട് അദ്ദേഹം പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം റിപ്പോർട്ട് എന്നിട്ട് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള റിപ്പോർട്ടിനെ ആകുന്നു ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ടൈപ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോസിറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്ലിയർ റിപ്പോർട്ട്, കൺവെൻഷണൽ റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് പറഞ്ഞത് ക്വാളിഫൈഡ് റിപ്പോർട്ട്. അൺക്വാളിഫൈഡ് റിപ്പോർട്ടിൽ എന്താണ്, അദ്ദേഹം അല്ലെങ്കിൽ ഓഡിറ്റർ എന്താണ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ക്വാളിഫൈഡ് റിപ്പോർട്ടിൽ അദ്ദേഹം നോട്ട് സാറ്റിസ്ഫൈഡ്, എന്തല്ല സാറ്റിസ്ഫൈഡ് അല്ല. ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ടൈപ്സിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാകുന്നു ഈ ഒരു അൺക്വാളിഫൈഡ് റിപ്പോർട്ടും അതുപോലെ ക്വാളിഫൈഡ് റിപ്പോർട്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അൺക്വാളിഫൈഡ് റിപ്പോർട്ടിനെ നമുക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, പോസിറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്ലീൻ റിപ്പോർട്ട് എന്ന്. ക്വാളിഫൈഡ് റിപ്പോർട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, നെഗറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ അഡ്വേഴ്സ് റിപ്പോർട്ട് എന്ന്. അത് തന്നെ ഒരു വ്യത്യാസമായിട്ട് പറയാം. ഇവിടെ a clean report shows that there are no discrepancies and fraud in books of account. അൺക്വാളിഫൈഡ് റിപ്പോർട്ടിൻ്റെ കേസിൽ പറയുന്നത്, ഇത്തരം അൺക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്ലീൻ റിപ്പോർട്ട് എന്താ കാണിക്കുന്നത്, അവിടെ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ഡിസ്ക്രിപ്പൻസീസും അല്ലെങ്കിൽ ഫ്രോഡ്സുകളും ഇല്ല എന്നെന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഒരു മിസ്റ്റേക്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ അതൊന്നും ഇല്ല എന്നെന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കാണിക്കുന്നുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ക്വാളിഫൈഡ് റിപ്പോർട്ട് ഇറ്റ് ഷോസ് ദാറ്റ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഹാവ് ഡിസ്ക്രിപ്പൻസീസ് ആൻഡ് ഫ്രോഡ്. ഇവിടെ എന്താണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്ക്രിപ്പൻസീസും അതുപോലെ തന്നെ ഫ്രോഡുകളും ഉണ്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ഇത്തരം ക്വാളിഫൈഡ് റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട്. സെക്കൻഡ്, ഇറ്റ് ഷോസ് ദാറ്റ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ഫേം. അതായത് ഇവിടെ എന്താണ്, ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, അതായത് എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നല്ല ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് എന്ന് എന്തിന് മനസ്സിലാക്കാം, ഈ ഒരു ക്ലീൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അത് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ക്വാളിഫൈഡ് റിപ്പോർട്ട് ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡസ് നോട്ട് സ്റ്റേറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ഫേം. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടും നല്ലൊരു ട്രൂ ആയ അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് ക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ നെക്സ്റ്റ്, ഹിയർ ഓഡിറ്റർ ഈസ് സാറ്റിസ്ഫൈഡ് അബൌട്ട് ദി കറക്റ്റ്നെസ് ഓഫ് ദ ബുക്സ്. ഈ കേസിൽ എന്താണ്, അൺക്വാളിഫൈഡ് റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവിൻ്റെ കേസിൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് ഓഡിറ്റർ എന്തായിരിക്കും, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ക്വാളിഫൈഡ് റിപ്പോർട്ട് ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് അക്കൗണ്ട് വെരിഫൈഡ്. ക്വാളിഫൈഡ് റിപ്പോർട്ടിൻ്റെ കേസിൽ ആ ഒരു ഓഡിറ്റർ ഒരിക്കലും എന്തല്ല, അവിടെ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആകുന്ന ആര്, ഈ ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്രീസസ് ദ ഗുഡ് വിൽ ഓഫ് ദ ബിസിനസ്. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ത് മനസ്സിലാക്കാം, നല്ലൊരു ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആ ഒരു ഫേമിന് ഉള്ളതെന്ന് മനസ്സിലാക്കി തരും. അതുകൊണ്ട് തന്നെ അതെന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫേമിൻ്റെ ഗുഡ് വിൽ സൽപ്പേർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ഡിക്രീസസ് ഇറ്റ്. ഇവിടെ എന്ത് ചെയ്യും, ക്വാളിഫൈഡ് റിപ്പോർട്ടിൻ്റെ കേസിൽ അത്തരം ഗുഡ് വില്ലൊന്നും എന്തില്ല ഉണ്ടാവില്ല. കാരണം എന്താണ്, അവിടെ ഇന്നക്യുറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫ്രോഡുകൾ ഡിസ്ക്രിപ്പൻസീസ് ഒക്കെ ആ ഒരു ഫേംസിൽ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ട് എന്നാണ് എന്തിൽ പറയുന്നത്, ഈ ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം അവിടെ എന്തില്ല, ആ ഒരു ഗുഡ് വിൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത്രയാകുന്നു ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്.